എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കടോ. ഒന്നെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇതിൻ്റെ നടുവിൽ നിന്നിട്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക. പറഞ്ഞു വരുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കാര്യം തന്നെയാണ്. അമിത്ഷാക്ക് COVID-19 സ്ഥിരീകരിച്ചു എന്ന് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഉടൻ തന്നെ പ്രതിപക്ഷം ആരോപണവുമായി മുന്നോട്ട് വന്നു, അമിത്ഷാ നാടകം കളിക്കുകയാണ് എന്ന്. എന്തുകൊണ്ടാണ് അമിത്ഷാ ലോകോത്തര നിലവാരമുള്ള എയിംസിനെ പോലെയുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ പോകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത്? അതിലെന്തോ നാടകമുണ്ട് എന്ന് പ്രതിപക്ഷം വളരെ കൃത്യമായി ആരോപിച്ചു. എന്നാൽ ഈ സമയം അമിത്ഷായും കൂട്ടരും ഉറച്ചു നിന്നു അമിത്ഷാക്ക് COVID-19 ഉണ്ട് എന്ന്, അഥവാ കൊറോണയുണ്ട് എന്ന്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് രാമജന്മഭൂമി എന്ന് ഇവർ അവകാശപ്പെടുന്ന അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനോജ് തിവാരി ഉണ്ടല്ലോ, BJP നേതാവ്, BJPയുടെ MP, അയാൾ വന്നിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ട്വിറ്ററിലാണ് കേട്ടോ. അമിത്ഷാ സുഖം പ്രാപിച്ചിരിക്കുന്നു. അമിത്ഷാക്ക് ഒന്നുമില്ല എന്നർത്ഥം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമിത്ഷാക്ക് നെഗറ്റീവ് ആയിരിക്കുന്നു എന്നാണ് BJPയുടെ MP മനോജ് തിവാരി ട്വിറ്ററിൽ വന്ന് പോസ്റ്റ് ചെയ്തത്, അഥവാ ട്വീറ്റ് ചെയ്തത്. ഈ ട്വീറ്റ് പെട്ടെന്ന് തന്നെ വൈറലായി. പെട്ടെന്ന് തന്നെ ഈ ട്വീറ്റ് കാണാതെയുമായി. എന്താണ് ഈ ട്വീറ്റിന് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനോജ് തിവാരി ഈ ട്വീറ്റ് മുക്കി എന്നർത്ഥം. അതായത് BJP നേതാവ് അമിത്ഷാക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ട്വീറ്റ് മുക്കി എന്നർത്ഥം. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു വിശദീകരണവുമായി വരുന്നു. അമിത്ഷായുടെ ഫലങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല, അതായത് ടെസ്റ്റ് ഒന്നും പുതിയതായിട്ട് ചെയ്തിട്ടില്ല, പുതിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണവുമായി മുന്നോട്ട് വരുന്നു. ഒരിടത്ത് BJP നേതാവ് പറയുന്നു, അതും BJPയുടെ പ്രമുഖ നേതാവ് പറയുന്നു, അമിത്ഷാക്ക് ഒന്നുമില്ല, സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന്. മറ്റൊരിടത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു, അമിത്ഷായുടെ ടെസ്റ്റിൻ്റെ ഫലങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന്. സത്യത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കടോ. എന്തോ ഒരു പന്തികേടുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് എങ്കിൽ തെറ്റാൻ വഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJPക്കകത്ത് ഇപ്പോൾ കൊറോണമയമാണ്. തൊട്ടവനും വന്നവനും പിടിച്ചവനുമൊക്കെ കൊറോണ ബാധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യത്തിലേക്കാണ് BJP കടന്നു പോകുന്നത്. എന്നാൽ ആ സമയത്താണ് അമിത്ഷായുടെ കോവിഡിൽ വലിയ ചർച്ച നടക്കുന്നുള്ളത്. നാടകമേ ഉലകം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.